ഹലോ ഫ്രണ്ട്സ്, ട്യൂട്ടർ വോൾട്ടിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഈ 2025 നിങ്ങൾക്ക് ഒരു ഹൈ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിനുള്ള കിടിലൻ ടിപ്പുകളാണ് പറഞ്ഞു തരാൻ പോകുന്നത്. ഏറ്റവും കൂടുതൽ ആളുകളും യൂട്യൂബ് വീഡിയോ അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന നിരവധി വീഡിയോക്കുന്നവരും അല്ലെങ്കിൽ നിരവധി സ്റ്റുഡൻസുകൾ അല്ലെങ്കിൽ ഹൗസ് വൈഫുകൾ നിരവധി ആളുകളുണ്ട്. കാരണം അവരൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ അവർക്കൊരു ചെറിയ ഇൻകം ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. എന്നാൽ ഇതിൽ ചെറിയ ഇൻകം ജനറേറ്റ് ചെയ്ത് ഇതിൽ നിന്നും, അതായത് യൂട്യൂബിൽ നിന്നും സോഴ്സ് ഓഫ് ഇൻകം നമുക്ക് കിട്ടിത്തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു പാസീവ് ഇൻകം നമുക്ക് കിട്ടിത്തുടങ്ങുമ്പോൾ ഇതിൽ നിന്നും നല്ല രീതിയിൽ നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നല്ലൊരു വരുമാനം നമുക്ക് മാസത്തിൽ ഉണ്ടാക്കാം. അതും നമ്മുടെ ഫ്രീ ടൈമിൽ നമുക്ക് വീട്ടിൽ ഇരുന്നു കൊണ്ട് ചെയ്യാം എന്ന് കണ്ടുപിടിക്കുന്നവർ യൂട്യൂബിൽ നിന്നും പാസീവായിട്ടുള്ള ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനെടുത്ത ഇതുപോലത്തെ വെറൈറ്റി വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. മാത്രമല്ല ഇനി നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിരന്തരം വീഡിയോസ് വരുന്നതായിരിക്കും. അതുപോലെ നിങ്ങളുടെ സംശയങ്ങളും നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അതിനായി നിങ്ങൾക്ക് എൻ്റെ അപ്ഡേറ്റഡ് വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടണുകളും ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനെടുത്ത ഇതുപോലത്തെ വെറൈറ്റി വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. 2025 നിങ്ങൾക്ക് ഒരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യണം എന്ന ആഗ്രഹമുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിലിരുന്നുകൊണ്ട് നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് നിങ്ങൾക്ക് ആ യൂട്യൂബ് ചാനൽ മോണിറ്റൈസ് ചെയ്ത് നിങ്ങൾക്ക് അതിൽ നിന്നൊരു വരുമാനം ജനറേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു മെത്തേഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒരു മൊബൈൽ ഫോണിനെ മാത്രം ആശ്രയിക്കുക. കാരണം നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ നിങ്ങളുടെ ലാപ്ടോപ്പ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ സ്മാർട്ട് ഫോൺ ഇല്ലാത്ത ആരും തന്നെ ഇല്ല, അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോൺ ഉള്ളവരാണ് എല്ലാവരും. എത്ര വില കുറഞ്ഞ ഫോൺ ആയിക്കോട്ടെ, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒരു മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നിങ്ങൾ എടുക്കുന്ന വീഡിയോ എഡിറ്റ് ചെയ്യാൻ സാധിക്കും. അതിനായിട്ട് നമുക്ക് ഇഷ്ടംപോലെ സോഫ്റ്റ്വെയർ ഉണ്ട് ഫ്രീ ആയിട്ട്. നമുക്ക് പെയ്ഡ് സോഫ്റ്റ്വെയറോ അങ്ങനെ കൂടുതൽ ആനിമേഷൻ ചെയ്യുന്ന മെത്തേഡുകളൊന്നും വേണ്ട. നമുക്ക് നിങ്ങൾ എടുക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഈസി ആയിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന VN എന്ന് പറയുന്നൊരു സോഫ്റ്റ്വെയർ ഉണ്ട് ആൻഡ്രോയിഡ് ആണെങ്കിൽ. അതുപോലെ തന്നെ നമുക്ക് CapCut അങ്ങനെ തുടങ്ങി നിരവധി വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനുകളുണ്ട്. ഇനി അതിനെക്കുറിച്ച് അറിയാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനെ കുറിച്ച് ഒരു ട്യൂട്ടോറിയൽ എങ്ങനെ ചെയ്യാം എന്നുള്ളതിൻ്റെ A to Z കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി തന്നെ നമ്മുടെ ചാനലിൻ്റെ അകത്തൊരു ചെറിയ പഴയ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ കണ്ടു നോക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ പുതിയ അപ്ഡേറ്റഡ് ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ചെയ്ത് തരുന്നതായിരിക്കും. അത് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ മാത്രമായിരിക്കും നമ്മൾ ചെയ്യുക. കാരണം നിങ്ങൾക്ക് അറിയില്ലാത്ത എന്ത് കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. നമുക്ക് അറിയില്ലാത്ത എന്ത് കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ് പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഇൻഫർമേഷൻ പറഞ്ഞു തരുന്നതായിരിക്കും. നമുക്ക് അറിയില്ലാത്ത ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ തീരുമാനമെടുക്കുകയാണ് എനിക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണം. നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തിങ്ക് ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ടോപ്പിക്കിനെ കുറിച്ചാണ് അറിയാൻ പറ്റുക, അല്ലെങ്കിൽ എനിക്ക് എന്ത് ടോപ്പിക്കിനെ കുറിച്ച് അറിയാം. അതാണ് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നിങ്ങൾക്ക് അറിയില്ലാത്തൊരു ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു അൺലിമിറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാൻ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുകളായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ആ ടോപ്പിക്കിനെ കുറിച്ച് പഠിച്ചിട്ട് ചെയ്യണം. ഇപ്പോൾ ഉദാഹരണത്തിനായിട്ട് നിങ്ങൾ അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള ഒരാളാണ്, നിങ്ങളൊരു ടീച്ചറാണെന്ന് വയ്ക്കുക. നിങ്ങൾക്ക് യൂട്യൂബ് തുടങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. നിങ്ങൾ ഒരു സ്കൂളിലെ അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകനായിക്കോട്ടെ, നിങ്ങളുടെ സ്കൂളിലെ കുട്ടികളെ പഠിപ്പിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ബാക്കിയുള്ള ടൈമിൽ നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ പഠിപ്പിക്കുന്ന ടോപ്പിക്ക് അത് നിങ്ങൾക്ക് ഓൺലൈൻ ട്യൂഷൻ പോലെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. സിലബസിലുള്ള അതേ ടോപ്പിക്കുകൾ ഓരോ ദിവസം ഓരോ ടോപ്പിക്ക് വെച്ച് വീഡിയോ ചെയ്ത് കറക്റ്റ് എക്സ്പ്ലനേഷൻ ചെയ്ത് യൂട്യൂബിൽ അത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിരവധി കുട്ടികളുണ്ടായിരിക്കും. പല സ്കൂളിലും പല ഡിവിഷനായിട്ടായിരിക്കും പഠിപ്പിക്കുന്നത്. ഡിവിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പല അധ്യാപകരും പഠിപ്പിക്കുന്നത് പല രീതിയിലായിരിക്കും. അപ്പോൾ അത് എല്ലാ കുട്ടികൾക്കും മനസ്സിലാവണമെന്നില്ല. നിങ്ങൾ ചെയ്യുന്ന വീഡിയോ മനസ്സിലാക്കുന്ന ഒരു 10 കുട്ടികളുണ്ടെങ്കിൽ ആ 10 കുട്ടികളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ അവർ ഷെയർ ചെയ്യപ്പെടും. അതായത് നിങ്ങൾ പഠിപ്പിക്കുന്ന ആ ടോപ്പിക്കിനെ കുറിച്ചുള്ള വീഡിയോ അവർ ഷെയർ ചെയ്യപ്പെടും. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ വീഡിയോയിലേക്ക് നല്ലൊരു വ്യൂസോ അല്ലെങ്കിൽ നല്ല രീതിയിൽ നിങ്ങളുടെ ചാനൽ ഗ്രോ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുക. അതുപോലെ മറ്റൊരു എക്സാമ്പിൾ പറയട്ടെ. നിങ്ങൾ വീട്ടിലിരിക്കുന്ന ഒരു ഹൗസ് വൈഫാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു പേരൻ്റ് ആണ്. നിങ്ങൾക്ക് പുറത്തു പോകാൻ സാഹചര്യമില്ല, നിങ്ങൾക്ക് ജോലി ചെയ്യാൻ സാഹചര്യമില്ല. നിങ്ങൾക്ക് ജോലി ചെയ്യാനുള്ള ഒരു സാഹചര്യമില്ല എന്നുണ്ടെങ്കിൽ
നിങ്ങൾക്കും ആഗ്രഹമുണ്ടായിരിക്കും എനിക്കും മാസം കുറച്ച് എമൗണ്ട് ഏൺ ചെയ്യണം. അതായത് നമ്മുടെ ഓരോ ആവശ്യത്തിനായിട്ട് നമുക്ക് മറ്റുള്ളവരോട് ചോദിക്കുന്നതിനും ഉപരി നമുക്കൊരു കുറച്ച് എമൗണ്ട് ഏൺ ചെയ്യണം, അല്ലെങ്കിൽ എൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് എനിക്ക് കുറച്ച് എമൗണ്ട് ഏൺ ചെയ്യണം എന്നുള്ളവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് യൂട്യൂബിൽ ഒരു ചാനൽ തുടങ്ങുക എന്നുള്ളത്. ആ ചാനൽ തുടങ്ങുന്ന ആ ഐഡിയ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് അത്യാവശ്യം നന്നായിട്ട് കഥ പറയാനൊക്കെ അറിയുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോറി നിങ്ങൾക്ക് പറയാൻ അറിയുന്നവരാണെങ്കിൽ, നിങ്ങൾ കഥ പറയുന്ന ഓഡിയോ ഒരു വീഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്യുക. അതിപ്പോൾ നിങ്ങളുടെ ഫേസ് കാണിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫേസ് കാണിക്കണ്ട, നിങ്ങൾക്ക് വീഡിയോ ബ്ലാങ്ക് ആയിട്ട് ഇട്ടിട്ട് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ, അതായത് ഒരു കഥ നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് പോലെ ഈസി ആയിട്ട് നിങ്ങൾക്ക് അതൊരു റെക്കോർഡ് ചെയ്തിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. എന്നിട്ട് അതിനെ തമ്പനെയിലൊക്കെ ആഡ് ചെയ്ത് ഒരു കഥ പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് തുടങ്ങാം, ഒരു സ്റ്റോറി ടെല്ലിൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങാം. നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിൽ കയറി സെർച്ച് ചെയ്താൽ കാണാം മലയാളം സ്റ്റോറി ടെൽ അല്ലെങ്കിൽ മലയാളം സ്റ്റോറീസ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിരവധി യൂട്യൂബ് ചാനൽ, സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്ന നിരവധി യൂട്യൂബ് ചാനൽ നമുക്ക് കാണാൻ സാധിക്കും. അതും ലക്ഷങ്ങൾ വ്യൂസ് ഉള്ള യൂട്യൂബ് ചാനൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നതായിരിക്കും. അത് നിങ്ങൾക്കൊരു മെത്തേഡായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ് യൂട്യൂബ് ചാനലിൽ കാണിക്കാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഭയമാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഇഷ്ടമില്ല, നിങ്ങൾക്ക് ഒരു ഫേസ് ക്ലിയറൻസ്, അതായത് നിങ്ങൾ മറ്റുള്ളവരെ ഇങ്ങനെ ഫേസ് കാണിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ് കാണിച്ചുകൊണ്ടുള്ള യൂട്യൂബ് വീഡിയോസ് ചെയ്യാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ അതിൽ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ട്, എല്ലാവർക്കും ക്യാമറയുടെ മുന്നിൽ നിന്ന് സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടില്ലാത്തവരുണ്ടായിരിക്കും, ബുദ്ധിമുട്ടുള്ളവരുണ്ടായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്യണമെന്ന് ആരും നിർബന്ധിക്കുന്നില്ല. കാരണം നിങ്ങൾക്ക് യൂട്യൂബ് വീഡിയോ ചെയ്യാനായിട്ട് കുറേ മെത്തേഡുകളുണ്ട്. അതിലൊന്നാണ് നിങ്ങളുടെ വോയിസ് നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത്. ഇനി മൂന്നാമതൊരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 2025 ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു ടോപ്പിക്കും ഇല്ല, നിങ്ങൾക്ക് ഒന്നിനെക്കുറിച്ചും അറിയത്തില്ല, നിങ്ങൾക്ക് ആകെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം, അത് മോണിറ്റൈസേഷൻ ആക്കണം, അതിൻ്റെ നിന്ന് വരുമാനം ഉണ്ടാക്കണം. ഈ ഒരു ഐഡിയ ആണ് നിങ്ങളുടെ മനസ്സിൽ ഏറ്റവും കൂടുതലായിട്ട് നിങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫ്, അതായത് നിങ്ങളുടെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് വ്ലോഗ് ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങൾ പോകുന്ന സ്ഥലങ്ങൾ, നിങ്ങളുടെ ട്രാവൽ വ്ലോഗ്സ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്യുക. അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അതൊരു ഫിൽട്ടർ ചെയ്ത് നിങ്ങൾക്ക് മറ്റുള്ളവരെ കാണിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ എ ഡേ ഇൻ യുവർ ലൈഫ് എന്ന് പറയുന്നത് പോലെ നിങ്ങൾക്ക് അതൊരു യൂട്യൂബ് ചാനലാക്കി അല്ല യൂട്യൂബിൽ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. അടുത്തതായി പറയുകയാണെങ്കിൽ, നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ നിങ്ങൾ ഇതുവരെയും പ്ലാൻ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ പ്ലാൻ ചെയ്യേണ്ട സമയമായിരിക്കുന്നു. കാരണം യൂട്യൂബിൽ കുറേ ക്രൈറ്റീരിയകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി യൂട്യൂബിൽ മോണിറ്റൈസേഷൻ കിട്ടുക അല്ലെങ്കിൽ സബ്സ്ക്രൈബർ കിട്ടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നിരവധി ചാനൽസ് ഇപ്പോൾ തന്നെ ഉണ്ട്. കാരണം അപ്പം നിങ്ങൾ ചെയ്യുന്ന വീഡിയോ വളരെ ട്രെൻഡിങ് ആണെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ഇനി മുന്നോട്ട് പോവുകയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ യൂട്യൂബ് വീഡിയോയിൽ നിന്നും നമുക്ക് നല്ല ഇൻഫർമേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ അത് വിചാരിക്കണം. നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ നിന്നും നല്ല ഇൻഫർമേഷൻ നിങ്ങൾ പാസ് ചെയ്താൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് നല്ല സബ്സ്ക്രൈബേഴ്സും വ്യൂസും നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ തീർച്ചയായും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞു തന്നത്. തീർച്ചയായും നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഈ ചെറിയൊരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. കൂടാതെ